അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ ഒന്ന് ക്ലൈമറ്റും പിന്നെ ഫുഡാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്ലൈമറ്റ് ഫുഡ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പിന്നെ നമുക്ക് വേറെ ഇഷ്യൂ ഇല്ല. പിന്നെ വർക്കും കാര്യങ്ങൾ എല്ലാ ഷോപ്പിലും എല്ലാം ഓക്കെ ആണെന്നില്ല. ചിലപ്പോൾ റൂം റെഡി ഉണ്ടാവില്ല, ചിലപ്പോൾ ഓണർ ശരി ഉണ്ടാവില്ല. അതൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണ്ട് ചെയ്ത് തരാം. എല്ലായിടത്തും പോകാനുള്ളൊരു ധൈര്യം കിട്ടി. പിന്നെ ഹിന്ദി നല്ല ഒക്കെ റെഡിയായി. പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. പിന്നെ കസ്റ്റമർ ഡീലിംഗ് ഒക്കെ സെയിൽസിലൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ആയി. പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഒരു വേക്കൻസി ഉണ്ട് സ്വിറ്റ്സർലാൻഡിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ പ്രൊസീജിയറിലാണ് ഇപ്പോൾ ഉള്ളത്. സ്വിറ്റ്സർലാൻഡിൽ പറഞ്ഞ 1 lakhന് മുകളിൽ എബോവ് കിട്ടുമെന്ന് പറഞ്ഞു, ഇന്ത്യൻ റുപ്പീസ്. പിന്നെ UAE ഒരു ഓഫർ അതിനുണ്ട് 75,000. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് ഞാൻ നോക്കും. അങ്ങനെയാണുള്ളത്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ബോണ്ട് കയറുക, റിട്ടേൺ അടിക്കാണ്ട് നിൽക്കുക. റിട്ടേൺ അടിച്ച് ആ ടൈം പീരീഡ് കൂടിക്കൊണ്ട് പോകും. കിട്ടിയ ബോണ്ട് തന്നെ നമ്മൾ കഴിച്ച് പോകാൻ അത്ര തന്നെ ഉള്ളൂ. കേരളത്തിൽ പുറത്ത് നമുക്കിപ്പോൾ ഏത് കാലാവസ്ഥയിലും പ്രതികരിക്കുന്നുണ്ടാവും. പിന്നെ ഏത് ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ ലാംഗ്വേജ് ഇതാവും. പിന്നെ ട്രാവൽസ് നമുക്ക് എങ്ങനെ, പിന്നെ ബാർഗനിങ് സ്കില്ല്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യക്കാർ സൗത്ത് നോർത്ത് പോകുമ്പോൾ അവർ നമ്മളെ നല്ല എക്സ്പെൻസ് പറയും, ഇത്ര പൈസ. അപ്പോൾ അതിന് നമ്മൾക്ക് കറക്റ്റ് എത്ര എമൗണ്ട് ആണ് അങ്ങനെ ജസ്റ്റിഫൈഡ് ചെയ്യണം. അതൊക്കെയാണ്.